ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കാരണം ഗൾഫ് രാജ്യങ്ങൾ പോലും ഇറാനെ സഹായിക്കുന്നില്ല. മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് തങ്ങളെന്നാണ് ഇറാൻ എപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ പാകിസ്ഥാൻ ആയിക്കോട്ടെ, തുർക്കി ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ആരും വന്നില്ല. പലസ്തീൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇറാനാണ് രംഗത്ത് വന്നത്. ഇവിടെ എന്തുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും വരുന്നില്ല? അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തായാലും ഇത്രയും അപകടമൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഇനി ഗൾഫ് രാജ്യങ്ങളും അങ്ങനെ സ്വസ്ഥമായിട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അമേരിക്കൻ ബേസുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം മേലെ ആക്രമണം നടത്തി. അപ്പം മിഡിൽ ഈസ്റ്റിലെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നു. സൈപ്രസിന് നേരെ ആക്രമണം നടത്തുന്നു. അമേരിക്കയും UAEയും സംയുക്തമായി നടത്തുന്ന ഒരു ഡേറ്റാ സെൻറ്റർ, വ്യാപാര കേന്ദ്രം, അവിടെയും ആക്രമണം നടത്തുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും എല്ലാം തന്നെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാൻ നമ്മൾ വിചാരിച്ച ഇറാനായി മാറി. കാരണം ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണി ആണ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഒരുപക്ഷെ ഇസ്രയേലും ഒക്കെ തയ്യാറാക്കി. സംയുക്തമായിട്ട് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ മാത്രം ഒരു താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽപ്പിൻ്റെ വിഷയം, ഞാൻ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇനി നിന്ന് കൊടുത്തേ മതിയാവത്തുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ നേരത്തെ ഒരുക്കങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് സൈനിക ബേസുകൾ ഈ GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ യുദ്ധം ഉടനെ ഉണ്ടാകും. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ട്രംപിൻ്റെ പ്രസ്താവനകൾ വരുന്ന സമയത്തും ഈ GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ ഞങ്ങളുടെ മണ്ണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ പറ്റത്തില്ല എന്ന നിലപാടെടുത്തപ്പോൾ ആ നിലപാടിനോട് അല്ലെങ്കിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് പറയാം. അമേരിക്കയുടെ പടക്കപ്പലുകൾ, അതായത് ആ കപ്പലിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പ്രാപ്തമാവുന്ന രീതിയിലാണല്ലോ അവർ ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഇതുവരെ ഇല്ലാത്തവണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ F-22 ഉൾപ്പെടെ, അല്ലെങ്കിൽ ട്രാങ്കർ ജെറ്റുകൾ ഉൾപ്പെടെ 30 കൊല്ലത്തിനകത്ത് ഒരുപക്ഷെ ഈ അവരുടെ സൈനിക താവളങ്ങളിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പറന്നുയരാറുള്ളത്. അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ കൊണ്ട് ഇറക്കിയിരുന്നു. അതായത് അതുപോലെ തന്നെ അവരുടെ പടക്കപ്പൽ ഇസ്രയേലിനോട് ഏറ്റവും അടുപ്പിച്ച് അല്ലെങ്കിൽ നിർത്തിയിരുന്നു ഈ രീതിയിൽ. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഒരു പോർ വിമാനവും ഒരു സൈനിക താവളത്തിൽ നിന്നും അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ നിന്നും പറന്നുയർന്നിട്ടില്ല ഇറാനെ ആക്രമിക്കാൻ. ആ സമയത്തും 12ഓളം രാജ്യങ്ങളെ ഈ പറയുന്ന ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ. അത് UAE വളരെ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ദുബായിലൊക്കെ ഈ പറയുന്ന പോലെ ആക്രമണം നടന്നിട്ടു. അപ്പം ഇതിനകത്ത് ഇത്രയും ആക്രമണം, അല്ലെങ്കിൽ ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വലിച്ചെറിയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ശക്തിയോടുകൂടി ഈ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ രാജ്യത്തൊന്നും വേണ്ട വിധത്തിലുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു മിസൈൽ വീഴുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടങ്ങൾ കത്തുന്നു, അല്ലെങ്കിൽ ചില ഹോട്ടലുകൾ കത്തുന്നു എന്നുള്ളതല്ലാതെ ഒരു ആഘാതം, ഒരു യുദ്ധത്തിൻ്റെ ആഘാതം അവരുദ്ദേശിക്കുന്ന പൂർണ്ണ രൂപത്തിൽ ആ രാജ്യങ്ങളിൽ വരുത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. യുദ്ധക്കെടുതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ GCC രാജ്യങ്ങൾ ഒരുക്കിയിരുന്നത് ഒരു പരിധിവരെ അവർക്ക് പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ അമേരിക്കയോടുള്ള വിശ്വാസം വർദ്ധിച്ചു എന്ന് വേണം കരുതാം. പക്ഷേ നാളെ കാലത്ത് ഇപ്പോൾ യുദ്ധം 4 ദിവസം കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞ് ഇസ്രയേൽ തുടങ്ങിയിട്ടുള്ള യുദ്ധം 4 ദിവസം കൊണ്ടൊന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ വളരെ ദീർഘമായിട്ട് പോകും. അല്ലെങ്കിൽ ഈ യുദ്ധം നമ്മളിപ്പം വിചാരിക്കുന്നത് പോലെ എന്തിനു വേണ്ടി തുടങ്ങി അത് അതിൻ്റെ രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് ഈ യുദ്ധം നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ഇസ്രയേലിൻ്റെ പോക്ക്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ട്രംപ് പറഞ്ഞ യുദ്ധം നീണ്ടുപോകുമെന്ന്. കാരണം ഇറാൻ തിരിച്ചടിക്കും. ഇറാനെ മനസ്സിലായി എങ്ങനെയാലും അടി മേടിക്കും, അല്ലെങ്കിൽ ഇപ്പം മേടിച്ച അടിയുടെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ രക്ഷയില്ല. എന്നാൽ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ലോകത്തെ മൊത്തവും വലിച്ചടിച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളെയും GCC രാജ്യങ്ങളെയും പ്രശ്നത്തിലാക്കിയാൽ, പ്രതിസന്ധിയിലാക്കിയാൽ അവരിടപെട്ട് യുദ്ധം തീർക്കുമെന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇറാൻ പോകുന്നത് എന്ന് വേണം കരുതാം. ഏതായാലും ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, ഇപ്പം ഇറാൻ്റെ അവസ്ഥ സിനു പറയുന്നത് പോലെ, ഇറാൻ ഇപ്പം ആക്രമിക്കുന്ന ആരെ? ഇസ്രയേലിനെ, അമേരിക്ക. എന്തുകൊണ്ട്? ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഇവർ ആക്രമിച്ചുകൊണ്ടിരുന്ന ഷിയ രാജ്യങ്ങളെ. ഇപ്പം നോക്കുമ്പം ഈ യുദ്ധത്തിനകത്ത്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം, ആ താല്പര്യത്തിന് ആരും അനുകൂലമല്ലായിരുന്നു. ആരും അനുകൂലമല്ലാത്തപ്പോൾ ബേസുകളുണ്ട്, ആ ബേസുകൾ ഉപയോഗിക്കാൻ അവർ കൊടുത്തിരുന്നില്ല. എന്നിട്ട് പോലും അവരെ ആക്രമിച്ചപ്പോൾ ആ ബേസുകളിലേക്കും ആ രാജ്യങ്ങളിലേക്കും ആക്രമിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ ഷിയ സുന്നി വൈരാഗ്യം തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നു ഇറാൻ, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതാം. മാത്രമല്ല, ഇന്നലെ പാകിസ്ഥാനിൽ
ഷിയ വംശകർ അമേരിക്കൻ എംബസി അല്ലെങ്കിൽ തുർക്കിയിൽ ഷിയ വംശകർ പ്രശ്നം ഉണ്ടാക്കുന്നു. ലോകത്തുടനീളം അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും ഇസ്രായേലിന്റെ തീരുമാനം ഏതാണ്ട് നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആണവായുധം ഇറാനിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകും ആയിരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് അവർ വെച്ചിട്ട് ഈ പറയുന്ന ഈ രാജ്യത്തിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടായുള്ള അവസ്ഥ എന്തോ പക്വമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്നലെ തന്നെ ഈ ഇറാനെ ആക്രമിച്ചതിന് ശേഷം പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഒക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരുടെ കയ്യിലോട്ട് ഇത് എടുത്തു കൊടുത്താൽ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന, നമ്മുടെ വിഷയം വന്നപ്പോൾ ഈ പാകിസ്ഥാനി വന്നിട്ട് കാശ്മീരിലെ വിഷയം സംസാരിച്ചില്ലേ, കാശ്മീരിലെ മോചനത്തിന് വേണ്ടി സംസാരിച്ചില്ലേ, ഈ പ്രോക്സികളുടെ കയ്യിലും ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കയ്യിലും ഒക്കെ ഈ ആണവായുധം വന്നാൽ അത് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ പ്രാപ്തമാവുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ലോക സമാധാനത്തിന് വേണ്ടി ഒരുപക്ഷെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പം അത് ശരിയാണെന്ന് വരുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. യുദ്ധം നീണ്ടുപോകും. നാളെ കാലത്ത് ഈ ഒരവസ്ഥയിൽ ഇറാന്റെ പ്രതികരണം വരുമ്പോൾ ഇതുവരെ തീരുമാനിച്ചിരുന്നു ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ ബേസുകൾ ഞങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുവദിക്കത്തില്ല. പക്ഷെ നാളെ കാലത്തെ ആ ഒരു നിലപാട് മാറി ഇറാനെതിരെ GCC രാജ്യങ്ങളും ഒരുപക്ഷെ ഇതുവരെ അതിന് താല്പര്യമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നടങ്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇറാന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ്, ഈ നേതാവിൻ്റെ പല നിലപാടുകളും അവിടുത്തെ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം മതകാര്യങ്ങളിൽ കൂടുതൽ തീവ്രമായ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. 1979 മുമ്പ് എങ്ങനെയായിരുന്നു ഇറാൻ, ആ രീതിയിലേക്ക് മാറണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. പക്ഷേ മതത്തെ മുറുകെ പിടിച്ച ആൾക്കാരുണ്ട്. ഇവിടെ ഇസ്രയേലും അമേരിക്കയും പ്ലാൻ ചെയ്തിട്ട് അവരുടെ പരമോന്നത നേതാവിനെ 40 വർഷത്തോളമായി കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖത്തെ ഇല്ലാതാക്കി എന്നുള്ളത് ജനങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പരമോന്നത നേതാവിനെ അവർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്ന, അതുകൊണ്ട് വിഘടിച്ച് നിന്ന് ജനത എല്ലാം ഇപ്പോൾ ഒന്നിച്ചു. എന്നിട്ട് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമേരിക്കയെ ആക്രമിച്ചോളൂ എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ്, കയറ്റുമതി രാജ്യമാണ്, അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. ഇവിടെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ആക്രമണം നടത്താൻ പോകണം. അപ്പോൾ അമേരിക്കയുടെ ഒരു താൻ പ്രമാണിത്വത്തെ അവിടുത്തെ ജനത ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഒരു ഷിയ രാജ്യമല്ലേ, ഈ ഷിയ രാജ്യത്തിൻ്റെ ചിന്ത എന്താ, എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കും, തങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയാം. പക്ഷേ വലിയ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് പാകിസ്ഥാനോ തുർക്കിയോ അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരു രാജ്യവും പരസ്യമായിട്ട് വരുന്നില്ല. മാത്രമല്ല ഈ അറബ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എല്ലാവിധ സൈനിക സന്നാഹങ്ങളും ഒരുക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പം മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടായ്മ പോലും ഇല്ലാതാകുന്നു എന്ന് ഇറാൻ ചിന്തിക്കുന്നു. മാത്രം ഇനി ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാകുന്നത്. ഈ പരമോന്നത നേതാവിന് പകരം അമേരിക്ക ഒരു പാവ സർക്കാരിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സംഘർഷങ്ങൾ വ്യാപിക്കുകയും അവിടുത്തെ ഈ വികസനം അത് മുരടിച്ചു പോവുകയും ചെയ്യും. ഇത്രയും നാൾ 37 വർഷമായിട്ട് ഒരു ഭരണാധികാരി അവിടെ നിന്നിട്ട് മതത്തെ, രാഷ്ട്രീയത്തെ, അവിടുത്തെ വികസനത്തെ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ കാര്യങ്ങളെ, പ്രതിരോധത്തെ എല്ലാം തന്നെ സ്വന്തം നിയന്ത്രണത്തിലാക്കുന്നു. അതുമൂലം ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ഒരു ഭരണാധികാരി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള നരേറ്റീവ് സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. പക്ഷേ ആ പരമോന്നത നേതാവാണ് തങ്ങളുടെ രാജ്യത്ത് ഐക്യം കൊണ്ടുവന്നത്, തങ്ങളുടെ രാജ്യത്തെ ഇസ്ലാമിക സങ്കല്പങ്ങളോട് കൂടുതൽ അടുപ്പിച്ചത് എന്ന രീതിയിൽ എല്ലാ ജനങ്ങളും ചിന്തിച്ചു വന്നു കഴിഞ്ഞാൽ അമേരിക്കക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് ഇറാൻ ഇറങ്ങില്ല. ഇനി അല്ല, അമേരിക്കയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിൽ ഇറാൻ ഇറങ്ങിയില്ല എന്ന് ചോദിച്ചാൽ ഇറാൻ അതിനുണ്ടാവണ്ടേ? ഇറങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവണ്ടേ? കാരണം ഇനിയും ഇറാനെ പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയാൽ ഇറാന്റെ ആ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാന്റെ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇറാൻ പിന്തുണയുണ്ട്. പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയാൽ വീണ്ടും ഇറാൻ ഈ പറയുന്ന പോലെ ഏറ്റവും വലിയൊരു ഭീകരരാജ്യമായിട്ട് വരും. സിനി പറഞ്ഞതുപോലെ നിവർത്തികേട് കൊണ്ട് അനുകൂലിക്കുന്നുള്ളതേ ഉള്ളൂ. അവിടെ എല്ലാവരും ഒന്നിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിനകത്ത് യുദ്ധം വരുമ്പോൾ ആ രാജ്യത്തോട് കൂറുള്ളവർ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ ആര് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ വരും, ആ ഒരു വികാരം കാണും. പക്ഷേ അവിടെ സംഭവിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 1-2 വരുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴും പട്ടിണിയും പ്രശ്നങ്ങളുമാണ്. മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ്? ആ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഈ വരുമാനം മൊത്തവും അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾ കൊണ്ട് ആ വരുമാനം വേണ്ട രീതി വിനിയോഗിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല വരുമാനത്തിന്റെ 75% അവിടുത്തെ രാജ്യത്തിനും ജനത്തിനും വേണ്ടിയല്ല
മിസൈൽ ഉണ്ടാക്കുന്നതിന്, പ്രോക്സികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, ഹിസ്ബുള്ള, ഹമാസ് അല്ലെങ്കിൽ ഹൂത്തികൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, ഇവരെ എന്തിനു പ്രൊമോട്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഹൂത്തികൾ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ പല കപ്പലിലും. ബ്രിട്ടന്റെ 3 കപ്പലുകൾ എത്തിച്ചെന്ന് പറയുന്നു. അത് ഹൂത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. അപ്പം ലോക സമാധാനത്തിനെതിരെ നിങ്ങൾ പറയുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചിരിക്കുന്നു പറയുന്നു. സൗദി അറേബ്യക്ക് ഏറ്റവും സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങളാണ് മിക്കവാറുള്ള രാജ്യങ്ങളെല്ലാം ആ മാനസികാവസ്ഥയിൽ പോകും. അപ്പം ഇയാൾക്ക് ഈ ഷിയാ സംവിധാനത്തിന്റെ കീഴിലേക്ക് ലോകം എല്ലാം വന്നിട്ട് അതിന്റെ ഖലീഫയോ അങ്ങനെ കണ്ടൊരു ഇത് ആ രീതിയിലേക്ക് ഇരിക്കണം. അല്ലെങ്കിൽ അവനെ എല്ലാം ആക്രമിക്കും. അങ്ങനെയുള്ള ചരിത്രം ഉണ്ടല്ലോ, ആക്രമിച്ചിട്ടുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ. ആ ഒരു നിലപാടിൽ നിന്ന് വ്യത്യാസം വന്നത് അതിനെതിരെ അമേരിക്ക നിന്നു. അല്ലെങ്കിൽ ആ ഒരു ആക്രമണം അല്ലെങ്കിൽ ആ ഇറാനെതിരെയുള്ള ആ നിലപാടിനെതിരെ GCC രാജ്യങ്ങളെ സഹായിക്കുന്നതിനും അവിടെ സൈനിക താവളം ഉണ്ടാക്കുന്നതിനും അതിനകത്ത് അമേരിക്കയ്ക്ക് വേറെ ദുഷ്ടലാക്ക് കാണും, അല്ല ലാഭം കാണും. അതിനപ്പുറം അതിന് നിന്നു കൊടുക്കണമെങ്കിൽ നിവൃത്തികേട് കൊണ്ടാണ് നിന്നു കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഒരു പക്ഷേ തുർക്കി പോലും ഇതിനകത്ത് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് നിവൃത്തികേട് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതാണോ? അതായത് ഈ ഒരു രീതിയോട് പൊരുത്തപ്പെട്ടു പോകാൻ, അതായത് എങ്ങനെ വന്നാലും ഇറാൻ എന്താണെന്നുള്ള കാര്യം ഇപ്പം നമ്മൾക്ക് മനസ്സിലായി. അവര് അടിക്കുന്നതിനല്ലേ തിരിച്ചടിക്കേണ്ടത്, നയതന്ത്രം അതല്ലേ. അല്ലെങ്കിൽ ഇത് ഇവിടോട്ടെങ്കിലും വിടാതെ ഈ ഇസ്രായേലിനെ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പടക്കപ്പലം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ യുദ്ധത്തിന് മുമ്പെടുത്ത നിലപാട് കൂടുതൽ ശക്തമാവുകയും അമേരിക്കയെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പം അറിയാതെ തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ബേസുകൾ ഉപയോഗിച്ചോളൂ ഉള്ള രീതിയിലേക്ക് കാര്യം ഒരു 3-4 ലോകമതത്തിന്റെ ശൈലിയിലേക്കാണ് കാര്യങ്ങൾ പോകണം. കാരണം പ്രതിസന്ധി വിഷയം ഇന്ത്യയിൽ തന്നെ ഉള്ള പ്രതിസന്ധി 1 കോടിയോളം ജനത്തിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ വല്ലാത്ത ടാസ്ക്കാണ്. ഇപ്പം എണ്ണയുടെ ഹോർമുസ് കടലുകൾക്ക് അടച്ചെങ്കിൽ അതിനകത്ത് നമുക്ക് വരുന്ന എണ്ണ 50%, ഏതാണ്ട് 20-25% ലോകത്തിൽ അതിലേക്ക് കൂടെ വരും. അപ്പൊ എല്ലാ രീതിയിലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഏകദേശ ധാരണയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ ശേഖരിക്കാൻ കഴിയുന്ന രാജ്യത്തിനകത്ത് ഏറ്റവും വലുപ്പത്തിലുള്ള രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ. അപ്പൊ അവർക്കിത് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇറാൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ലെ ഇറാനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം അത് ഇസ്രായേലിനെ ബാധിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മരിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ യുദ്ധത്തിന്റെ അവരുടെ സൈനിക മേധാവി അയാൾ തന്നെ പറഞ്ഞു 25 കൊല്ലത്തിനകം ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന പുള്ളിയുടെ പ്രസ്താവന. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ടാർഗറ്റാണ്. അപ്പൊ അത് മനസ്സിലാക്കി നീങ്ങാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അവർക്ക് ഓരോ ടാർഗറ്റ് കാണും, അത് മനസ്സിലാക്കണം. അപ്പം ഇറാൻ എന്നെ തീർത്ത് ഇസ്രായേൽ അടങ്ങൂ എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.